ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്കൊരു ലോ ക്വാളിറ്റി ഇമേജിനെ എങ്ങനെ ഹൈ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് അത് HD ആക്കിയിട്ട് മാറ്റാവുന്നതാണ്. അതിൽ വീഡിയോ ഫോട്ടോ ക്വാളിറ്റി മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ട് ബ്ലറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റൊരു ക്ലിക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫുൾ ആപ്ലിക്കേഷൻ എടുക്കാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ വേണം. നിങ്ങൾ ഫുള്ളൊന്നും എടുക്കേണ്ട, ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇൻ്റർഫേസ് ഉണ്ടാവും. ഇവിടെ മുകളിലൊരു ക്ലോസ് ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഗൂഗിൾ ID വെച്ച് ലോഗിൻ ചെയ്യുക. ആഡ്സ് വരും, ഇത് ഫ്രീ ആപ്പ് ആയതുകൊണ്ട് തന്നെ അതൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങളുടെ ഗാലറി ഇവിടെ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോസ് വീഡിയോസ് രണ്ടും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് ജസ്റ്റ് ഇപ്പം ഇവിടെ ഫോട്ടോസ് കുറേ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ നിങ്ങൾക്ക് വേണ്ട ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ ഇവിടെ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ്, ലോ ക്വാളിറ്റി ഫോട്ടോ ആണ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എൻഹാൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ആഡ് കാണണം, അതായത് ഫ്രീ ആപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ആഡ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എൻഹാൻസ് ആയിട്ട് കിട്ടുള്ളൂ. ആഡ് കാണാതെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ പ്രോ വേർഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിതൊരു പ്രോ വേർഷൻ ഒന്നുമില്ല, ഫ്രീ വേർഷൻ നമുക്ക് ഇത് കുറേ മുമ്പുള്ള ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ എൻഹാൻസിന് ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാം. 12 seconds later. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഇവിടെ കുറച്ച് ക്ഷമ വേണം, കാരണം ആഡ്സ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ അത് ആ ഒരു ആഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ബിഫോർ ആഫ്റ്റർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ഫോട്ടോ മാറിയെന്ന്. ജസ്റ്റ് നിങ്ങൾ ബിഫോർ ആഫ്റ്റർ നോക്കുക. ജസ്റ്റ് ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടായ ഫോട്ടോ, അതിനുശേഷം ഇതാണ്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അടക്കാം, അത് ഇവിടെ കാണാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഇവിടെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഓഫ് ചെയ്യുന്നെങ്കിൽ ഓഫ് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അത് ഡിസേബിൾ ചെയ്യാൻ അവിടെ ഇനബിൾ ആണ്. അതുകൊണ്ട് കളേഴ്സ് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എൻഹാൻസർ, ഫേസ് റീടച്ച്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസ് ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാം എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ഫോട്ടോ. മെയിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷന് നമ്മുടെ പോർട്രേറ്റ് ഫോട്ടോസ് അല്ല, നമ്മുടെ അതായത് ആൾക്കാരുടെ ഫോട്ടോസിലാണ് കൂടുതലായിട്ട് വർക്കാവുക. എല്ലാത്തിലും വർക്കാവില്ല എന്നില്ല, പക്ഷേ മെയിനായിട്ട് വർക്കാവുന്നത് അതിലാണ്. അപ്പോൾ നിങ്ങൾ അതിൽ മാക്സിമം ട്രൈ ചെയ്യുക. ഇനി നല്ല കുറച്ച് ക്വാളിറ്റിയുള്ള ഫോട്ടോ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള കിടലൻ ആപ്ലിക്കേഷനാണ്. താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.